നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. മുൻ മന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. 700-ലധികം ബാറുകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MB രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ തിരയിൽ ചേറ്റുവ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന സൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് തകർന്നു. വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന വലകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്നും വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റി മന്ത്രിയുടെ പാലക്കാട്ടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനം ഉയർത്തിക്കാട്ടി അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്നും 700-ലധികം ബാറുകൾക്കാണ് ഇടത് സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളത്. ബാർ സമയം ദീർഘിപ്പിക്കാനും 1-ാം തീയതിയിലെ ഒഴിവില്ലാതാക്കാനുമായി ഓരോ ബാർ ഉടമകളിൽ നിന്നും ലക്ഷങ്ങൾ പിരിക്കാനാണ് നീക്കം നടന്നത്. കള്ളം കയ്യോടെ പുറത്തു വന്നതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രക്ഷപ്പെടാനാണ് മന്ത്രി രാജേഷും മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസും ശ്രമിക്കുന്നത്. ചില മദ്യവിരുദ്ധ സംഘടനകളെയും സമിതികളെയും വില കൊടുത്തു വാങ്ങിയാണ് ബാർക്കോഴയ്ക്ക് കളമൊരുക്കിയതെന്നും നിജസ്ഥിതി പുറത്തുവരണമെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. കാടാങ്കുടി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസത്തിന്റെ പേരിലുള്ള ചർച്ച. കേരളത്തിലെ ടൂറിസം വരണമെങ്കിൽ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഇവിടെ മദ്യം കൊടുത്തേ പറ്റൂ. അതുമാത്രമല്ല, IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ തീരുമാനിക്കുക. IT പ്രൊഫഷണലുകൾക്ക് 2 എണ്ണം അടിച്ചാൽ മാത്രമേ IT പ്രൊഫഷണലുകൾക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുള്ളത്. ആ രീതിയിലേക്ക് ഇടതുപക്ഷം കേരളത്തിൽ മാറിയിരിക്കുക. കേരളത്തിലെ യുവത്വത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നടപടികളുമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ പോകുന്നത്. MB രാജേഷ് പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല. 21-ാം തീയതി ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട 12 മണി വരെയായിട്ട് മദ്യശാലകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ എടുത്തു കളയാനുമായിട്ടുള്ള അജണ്ടയായിട്ടാണ് യോഗം. പ്രതിഷേധ മാർച്ചിൽ യുവമോർച്ച പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അധ്യക്ഷനായി. BJP പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി K ഷിനു, ജില്ലാ ഉപാധ്യക്ഷ S ഐശ്വര്യ, ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു എടക്കാട്ട്, KV പ്രിയ, ജില്ലാ ട്രഷറർ L നിർമ്മൽകുമാർ, G അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. BJP പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ C മധു, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി G പ്രഭാകരൻ, BJP മണ്ഡലം പ്രസിഡന്റ്മാരായ ബാബു എണ്ണക്കര, പ്രമോദ് കുമാർ, യുവമോർച്ച ഭാരവാഹികളായ രാഹുൽ മണലി, NR രാമകൃഷ്ണൻ, RG മിലൻ, ദീപക് കൊടുമ്പ്, ശ്രേയസ്, സുരേഷ്, കേശവൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശക്തമായ തിരയിൽ തൃശൂർ ചേറ്റുവ പുഴയുടെ തീരത്ത് കെട്ടിയിട്ടിരുന്ന ഫൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് ഭാഗികമായി തകർന്നു. മുനക്കടവ് അഴിമുഖം സ്വദേശി വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനം നടത്താനായി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന വിവരമറിയുന്നത്. വഞ്ചിയിലുണ്ടായിരുന്ന വലകളും മറ്റ് സാമഗ്രികളും പൂർണ്ണമായും നശിച്ചു. കടലിനോട് ചേർന്ന മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഫൈബർ വഞ്ചി കെട്ടിയിരുന്നത്. ശക്തമായ തിരയടിച്ചതോടെ കയർപൊട്ടിയ ശേഷം വഞ്ചി കരിങ്കൽ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. മുനക്കക്കടവ് അഴിമുഖം സ്വദേശി വിനോദിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈലാസനാഥൻ എന്ന വഞ്ചിയാണ് തകർന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരി തെക്കുംകര മാലാകത്ത് കിണറിലെ വെള്ളം തിളച്ചു മറിയുന്നു.
വടക്കഞ്ചേരി മലാകം സ്വദേശി മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിലാണ് ഈ അപൂർവ പ്രതിഭാസം. രാവിലെയാണ് കിണറിലെ വെള്ളം ഇളകി മറിയുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ പാൽ വിതരണം കഴിഞ്ഞ് മടങ്ങിയെത്തി കിണറിലേക്ക് നോക്കിയപ്പോഴാണ് വെള്ളം തിളച്ചു മറിയുന്നതായി ഗൃഹനാഥയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പ്രദേശത്തെ ഒട്ടുമിക്ക കിണറുകളും നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ മേരിയുടെ വീട്ടുവളപ്പിലെ കിണറിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം സംഭവിക്കുന്നത്. ഞാൻ രാവിലെ പാല് വണ്ടി കൊടുത്തേച്ച് വരുമ്പോഴേക്ക് വെറുതെ കിണറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. അപ്പൊ എന്ത് വേണ്ടി ഇതിങ്ങനെ മറിഞ്ഞു വരണോ? ഞാൻ എല്ലാ സമയത്തും കിണറ് നോക്കും. വെറുതെ നോക്കണ സന്തോഷം കൊണ്ട്. അപ്പൊ ഇന്നിപ്പോ കണ്ട കാഴ്ച ഇതാണ്. ഇതിപ്പോ ചില സമയത്ത് കൂടി വരും, ചില സമയത്ത് കുറഞ്ഞു പോകും. വിവരമറിഞ്ഞ നിരവധി പേരാണ് മേരിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. സംഭവം റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസം രൂപപ്പെടാൻ എന്താണ് കാരണമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് മേരിയും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ മണ്ണിടിഞ്ഞ് ഗതാഗതത്തിന് ഭീഷണിയായ റോഡിനും കുളത്തിനും മധ്യേ സംരക്ഷണ ഭിത്തിയൊരുക്കി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിൽ സൊസൈറ്റിക്കൊപ്പത്തിൽ റോഡിലാണ് മണ്ണിടിഞ്ഞ് ഗതാഗത പ്രയാസം സൃഷ്ടിച്ചിരുന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും കുളത്തിലേക്ക് മണ്ണിടിയുന്നത് മൂലം ഈ വഴിയുള്ള ഗതാഗതത്തിനും ഏറെ പ്രയാസമായിരുന്നു. ഇതേ തുടർന്നാണ് വാർഡംഗം ഹുസൈൻ ഷഫീഖിന്റെ നേതൃത്വത്തിൽ നടപടിയുണ്ടായത്. പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ചിലവിൽ റോഡിനും കുളത്തിനുമിടയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയായിരുന്നു. ഇതോടെ യാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും ദുരിതത്തിന് പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ്. ഇവിടെ ഈ റോഡിന്റെ ഭാഗം ഇടിയുകയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് രാത്രിയൊന്നും വരാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നേരെ ഈ കുളത്തിനുള്ളിലോട്ടാണ് വണ്ടിയടക്കം വീഴുന്ന ഒരു സ്വഭാവം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് റോഡ് ഇടിയൽ മണ്ണിടിച്ചിലൊക്കെ മാറ്റിക്കൊണ്ട് സംരക്ഷണ ഭിത്തി പണിതിരിക്കുന്നത് 8 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് വളരെയധികം മനോഹരമായി തന്നെ ഇവിടെയുള്ള വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ പ്രദേശവാസികൾക്കുമൊക്കെ വളരെയധികം സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ടെലിഫോൺ പോസ്റ്റിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി മുസ്ലിം വീട്ടിൽ മുഹമ്മദാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അരങ്ങ് 2024 സർഗോത്സവത്തിന്റെ ജില്ലാതല കലോത്സവം പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. കലകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാണ്. ഏത് സമയത്തും അവരുടെ സഹകരണവും അവരോടുള്ള സഹകരണം എന്ന് പറഞ്ഞാൽ നാടിനോടുള്ള സഹകരണമാണ്. ഞാനതിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ നാടിൻ്റെ ഒരു പുത്രനായിട്ട് ജനിച്ചതിൽ ഞാൻ വളരെ വളരെ അഭിമാനിക്കുകയാണ്. പരിപാടിയിൽ CDS ചെയർപേഴ്സൺ CR ലാസ്യ അധ്യക്ഷയായി. ചടങ്ങിൽ കുടുംബശ്രീയിൽ ധീരം കരാട്ടെ പരിശീലനം പൂർത്തീകരിച്ച 23 പെൺകുട്ടികളെ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അനുമോദിച്ചു. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസൻ, പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, ഹുസൈൻ ഷെഫീഖ്, AA ഷിഹാബ്, VM അൻവർ സാദിഖ്, സരിത, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ G ജിജിൻ, F ഗ്രീഷ്മ, പ്രധാനാധ്യാപിക T അനിത, കോങ്ങാട് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സരിത എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ബ്ലോക്ക് തല മത്സരത്തിൽ വിജയികളായ 500 മത്സരാർത്ഥികളാണ് 76 ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, സംഘനൃത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AISF മുണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുണ്ടൂർ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അന്ന് പ്രത്യേകിച്ച് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുന്നതിന്റെ ഒരു ചരിത്രം നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നത്.
ചരിത്രത്തെക്കുറിച്ച് പൊതുവെ നമുക്കൊരു താല്പര്യക്കുറവുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ചരിത്രം പഠിക്കുന്നതിനോട് പോലും ഒരു താല്പര്യം പലരും കാണിക്കാറില്ല. 10ാം ക്ലാസ് വരെയുള്ളവർക്കെല്ലാം ചരിത്രം പഠിച്ചേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് ഹിസ്റ്ററി ഉള്ളൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ്, ഇങ്ങനെ എല്ലാം കാര്യങ്ങളാണ്. നല്ലോണം പഠിക്കുന്നവരെല്ലാം അവരെല്ലാം സയൻസ് പഠിക്കും. നല്ലോണം പഠിക്കുന്നവരെല്ലാം സയൻസ് പഠിക്കും. പിന്നെ ഒന്നും കിട്ടാത്തവർക്കെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആർട്സ് ആൻഡ് കൊമേഴ്സ് ഇത്തരം സബ്ജക്റ്റുകൾ എന്നുള്ളൊരു ധാരണ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും വെച്ച് വളർത്തുന്നത് ഇപ്പോഴും. പരിപാടിയിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 65ഓളം വിദ്യാർത്ഥികളെയും MBBS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സുരഭി ലക്ഷ്മണനെയും ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോളിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീം അംഗം സൂര്യ സുകുമാരനെയും മുണ്ടൂർ പഞ്ചായത്തിലെ മികച്ച കർഷകൻ പൂതന്നൂർ പൂച്ചെടിക്കാട് മുഹമ്മദ് അലിയെയുമാണ് അനുമോദിച്ചത്. അനുമോദന യോഗത്തിൽ AISF ജില്ലാ പ്രസിഡന്റ് അപർണ ബാലകൃഷ്ണൻ അധ്യക്ഷയായി. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മുഖ്യ അതിഥിയായി. CPI മുണ്ടൂർ ലോക്കൽ സെക്രട്ടറി AR ബാലകൃഷ്ണൻ, AIBEA സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, AITUC സംസ്ഥാന സെക്രട്ടറി ജയബാലൻ, AISF ജില്ലാ സെക്രട്ടറി K ഷിനാഫ്, CPI മണ്ഡലം സെക്രട്ടറി TV വിജയൻ, AIYF മണ്ഡലം സെക്രട്ടറി വിജേഷ്, AISF മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നവീനമായ തൊഴിലവസരങ്ങളും മാർഗനിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ മേഴ്സി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനി AV ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. PK സുധാകരൻ സ്മാരക ഒറ്റപ്പാലം ലൈബ്രറിയും നഗരസഭ 3ാം വാർഡ് CPM കമ്മിറ്റിയും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ചോദ്യത്തിലേക്ക് വരേണ്ടത് നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ പണം ചെലവഴിക്കുന്ന നാട് നമ്മുടെ കേരളം. അപ്പൊ നമുക്ക് ചിലർക്കെങ്കിലും തോന്നാം ഞാൻ നന്നായി പഠിച്ചു, ഞാൻ മാർക്ക് വാങ്ങി, ഞാൻ ഗ്രേഡ് വാങ്ങി, എനിക്കുള്ള വിജയമാണ്, അത് എൻ്റേതാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, അങ്ങനെ അഭിമാനിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നാം കേരളത്തിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പഠിക്കാനായത് എന്ന് നമ്മുടെ മക്കൾക്ക്, രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ലത, K അബ്ദുൽ നാസർ, വരോഡ് LC സെക്രട്ടറി PC സോമൻ, വാർഡ് കൗൺസിലർ K സുരേഷ്, വായനശാല അംഗം PK പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. അനുമോദന സദസ്സിനോടനുബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ദിശ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വായനശാല ചെയർപേഴ്സൺ ഡോക്ടർ സംഗീത ചേനമ്പുല്ലി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ UGC നെറ്റ് JRF ത്രിദിന ക്രാഷ് കോഴ്സിന് തുടക്കമായി. കോളേജിലെ സയൻസ് ബ്ലോക്ക് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലർ മുനീറ ഉനൈസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും PhD നേടി നല്ല നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. 35 വയസ്സ് വരെ JRF നേടാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരം ചിലപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടായിക്കോളണമെന്നില്ല. അതുപോലെ തന്നെ JRFോട് കൂടിയിട്ട് നിങ്ങൾ പാസ്സായി, അതോടൊപ്പം തന്നെ 3 വർഷത്തിനുള്ളിൽ PhD കൂടി നേടണം. പട്ടാമ്പി നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിലെ അറബിക് വിഭാഗവും കോളേജ് IQACയും സംയുക്തമായാണ് ത്രിദിന ക്രാഷ് കോഴ്സ് സംഘടിപ്പിക്കുന്നത്. പരിശീലന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K രാജൻ അധ്യക്ഷനായി. ജൂൺ 18 ആരംഭിക്കുന്ന പരീക്ഷയെ അടിസ്ഥാനമാക്കി മാനവിക ഭാഷാ വിഷയങ്ങളിലെ ജനറൽ പേപ്പറിലെ വ്യത്യസ്ത ടോപ്പിക്കുകളിലാണ് ക്ലാസുകൾ നടക്കുന്നത്. മെയ് 30 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ നടക്കുന്ന സൗജന്യ കോഴ്സിൽ കോളേജിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും മറ്റു കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ അറബി വകുപ്പ് അധ്യക്ഷൻ ഡോക്ടർ P അബ്ദു, അറബി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ VM ഉമ്മർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ V അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മങ്കരയിൽ കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പഠിപ്പ് കൂടിയതാണ്, അതാണ് പ്രശ്നം അല്ലേ? പണ്ട് ഈ ഓരോ കുടുംബങ്ങളിലും
ഇപ്പൊ നമ്മൾ കുടുംബത്തിന്റെ വലിപ്പം അളക്കുന്നത് എത്ര മക്കളാ? 2 കുട്ടികൾ പോരാ. എത്ര മക്കളാ? 8 മക്കൾ. തരക്കേടില്ലാത്ത കുടുംബം അല്ലേ? അതുപോലെ ഈ 8 മക്കളുണ്ടെങ്കിലും പണ്ടത്തെ കുടുംബങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളാണ്. പരിപാടിയിൽ ഡയറക്ടർ പ്രവീൺ സേതുമാധവൻ അധ്യക്ഷനായി. സമൂഹത്തിൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ശരിയായ രീതിയിൽ കൗൺസിലിംഗ് നടത്തി അവർക്ക് സാന്ത്വനം നൽകുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റുമാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ബിരുദം നേടിയ 10 പേരെ ആദരിച്ചു. പ്രശസ്ത ഫിസിയോതെറാപ്പിസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രദീപ് തോട്ടേക്കാട് ക്ലാസുകൾ നയിച്ചു. ട്രിപ്പിൾ N അക്കാദമി ഡയറക്ടർ ജസീല മുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ ഉയർത്തിപ്പിടിച്ച് മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന LDF കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. 700-ലധികം ബാറുകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയത്. ഇതിലൂടെ കോടികളുടെ കോഴയാണ് നടന്നിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MB രാജേഷിന്റെ പാലക്കാട്ടെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ തിരയിൽ ചേറ്റുവ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന സൈബർ വഞ്ചി കരിങ്കൽ ഭിത്തിയിലിടിച്ച് തകർന്നു. വഞ്ചിയിൽ സൂക്ഷിച്ചിരുന്ന വലകൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.